യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ, വളരെ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഇരുന്ന് നമുക്കിന്ന് വചനം കേൾക്കാം, പ്രാർത്ഥിക്കാം. ദൈവവചനത്തിലൂടെ അനേകർ അനുഗ്രഹിക്കപ്പെടുന്നു എന്നുള്ളത് വിസ്മരിക്കാനാവാത്തൊരു യാഥാർത്ഥ്യമാണ്. കാരണം ഓരോ ദിവസവും ഈ വചനത്തിലൂടെ ലഭിക്കുന്ന ബലവും പ്രത്യാശയും അതിലൂടെ ലഭിക്കുന്ന അനുഗ്രഹവും എടുത്തു പറയാനിടയാകത്തക്ക വിധമൊന്നാണ്. എല്ലാ മഹത്വവും നമുക്ക് ദൈവത്തിന് നൽകാം. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു നിമിഷം പ്രാർത്ഥിച്ചോട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എല്ലാ ദിവസവും നിങ്ങൾക്ക്, നിങ്ങളുടെ കുടുംബത്തിന് ഈ വചനത്തിലൂടെയുള്ളൊരു അനുഗ്രഹമുള്ളൊരു പ്രാർത്ഥനയോ അനുഗ്രഹവും വചനവും കിട്ടുന്നുണ്ട്. അതൊരു സമ്പത്ത് തന്നെയാണ്, അതൊരു അനുഗ്രഹം തന്നെയാണ്. നമ്മൾ പോലും അറിയാതെ നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നുണ്ട് ദൈവത്താൽ. കർത്താവേ, അങ്ങയുടെ വചനം ശ്രവിക്കുന്ന ഈ പ്രിയപ്പെട്ടവരെ അങ്ങ് കാണണമേ. ഈ കുടുംബത്തെ അങ്ങ് ഏറ്റെടുക്കണമേ. ഈ മക്കളെ അങ്ങ് ഏറ്റെടുക്കണമേ. ഈ യുവാക്കളുടെ മേൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായ കാരുണ്യം ഉണ്ടാകണമേ. അങ്ങയെ ആരാധിക്കുന്ന, വചനം കേൾക്കുന്ന അനേകർ ഈ കാലഘട്ടത്തിൽ ദൈവനാമത്തിൽ എഴുന്നേറ്റ് വരുവാനിടയാകണമേ. അങ്ങയുടെ വചനത്തിന് ഇങ്ങനെയൊക്കെ ഒരാളെ അനുഗ്രഹിക്കാൻ കഴിയുമെന്ന് ഇപ്പോഴാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്, ഇപ്പോഴാണ് ഞങ്ങൾ തിരിച്ചറിഞ്ഞത്. ഞങ്ങൾ ദൈവത്തോട് നന്ദി പറയുന്നു. ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം തന്നതിന്, ഇങ്ങനെ ഒരു അവസരം നൽകിയതിന്, ഈ ജനത്തെ നൽകിയതിന്, ഈ ശുശ്രൂഷ നൽകിയതിന്, ഈ സംവിധാനങ്ങൾ നൽകിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ആമേൻ, ഹല്ലേലൂയ. നമുക്ക് പ്രതീക്ഷയോടെ വചനം കേൾക്കാം. ഈ വചനം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വ്യക്തമായി വായിച്ചതാണ്. പക്ഷെ അതിൻ്റെ മറ്റൊരു ഭാഗം കൂടി എനിക്ക് പറയുവാൻ ആഗ്രഹമുണ്ട്. ആദ്യ നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായത്തെ ഒരു വാക്യം വായിക്കുന്നു. ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. ഇതാരുടെ ആഗ്രഹമാണെന്നറിയാമോ? സർവശക്തനായ ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. ദൈവത്തിൻ്റെ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിനകത്തുണ്ടാകണം, നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകണം, നിങ്ങളുടെ ഭവനത്തിൽ അതുണ്ടാകണം, നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ അതുണ്ടാകണം. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ഇത് വായിച്ചത് പെട്ടെന്ന് മറന്നു പോവാണല്ലോ. നിന്റെ ഹൃദയത്തിനകത്തത് സൂക്ഷിക്കാൻ പരിശുദ്ധാത്മാവ് കൃപ തരട്ടെ. മറന്നു പോകാത്ത വിധത്തിൽ അത് ധ്യാനിക്കാൻ ഇടവരട്ടെ. ഇനി അടുത്ത വാക്യമാണ്, ബൈബിൾ തുറന്നു വായിക്കേണ്ട കാര്യമാണ്. 10-ാമത്തെ വാക്യം. ഇപ്പോൾ വായിച്ചത് 6-ാം അധ്യായം 6-ാമത്തെ വാക്യമാണെങ്കിൽ ഇനി 10-ാമത്തെ വാക്യം തൊട്ട് വായിക്കുകയാണ്. അതാണ് ഇന്ന് ശ്രദ്ധിക്കുന്ന വചനം. ഒരാൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ, ഹൃദയത്തിൽ സൂക്ഷിക്കുമ്പോൾ ഉണ്ടാകുന്ന, ദൈവം നൽകുന്ന ദൈവത്തിൻ്റെ കരുതലും ദൈവത്തിൻ്റെ അനുഗ്രഹവും എങ്ങനെ ഇരിക്കുന്നു എന്ന് ചിന്തിക്കണം. 10-ാമത്തെ വാക്യം, നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് തരുമെന്ന് നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിവരോട് ശപഥം ചെയ്ത നാട്ടിലേക്ക് നിങ്ങളെ കൊണ്ടുവരും. ചില അനുഗ്രഹത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരും, അവിടെ എത്തിക്കാൻ തുടങ്ങും. ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുമ്പോൾ നീ എത്തേണ്ട നന്മയിലേക്ക് ദൈവം നിന്നെ, നിൻ്റെ കുടുംബത്തെ, ഭാവിയെ എത്തിക്കാൻ തുടങ്ങും. കൊണ്ടുവന്ന് നിങ്ങൾ പണിയാത്ത വിശാലവും മനോഹരവുമായ നഗരങ്ങൾ, നിങ്ങൾ നിറയ്ക്കാത്ത വിശിഷ്ട വസ്തുക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന വീടുകൾ, ശൂന്യമായ വീടല്ല, നിറഞ്ഞിരിക്കുന്ന വീടുകളും, നിങ്ങൾ കുഴിക്കാത്ത കിണറുകളും, നിങ്ങൾ നട്ടുപിടിപ്പിക്കാത്ത മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് മരങ്ങളും നിങ്ങൾക്ക് നൽകുകയും നിങ്ങൾ ഭക്ഷിച്ച് തൃപ്തരാവുകയും ചെയ്യുമ്പോൾ, അപ്പോൾ ഇങ്ങനെയൊക്കെ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് നിങ്ങളെ തൃപ്തരാക്കും, നിങ്ങളെ അനുഗ്രഹിച്ച് നിറയ്ക്കും, തൃപ്തരാക്കും. നിങ്ങൾ പണിയാത്ത വീടുകൾ, കുഴിക്കാത്ത കിണറുകൾ എന്നൊക്കെ പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അത് ദൈവം നമ്മെ കരുതുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ദൈവം നിന്നെ അത്ഭുതകരമായി അനുഗ്രഹിച്ച് സംരക്ഷിക്കും.
അനുഗ്രഹിച്ചുയർത്തുമെന്നല്ലാതെ മറ്റെന്താണ് അർത്ഥമുള്ളത്? അതിനെന്താ ഒറ്റ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളൂ, ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന വചനങ്ങൾ നിൻ്റെ ജീവിതത്തിനകത്ത് മായാത്ത വിധത്തിൽ ഉണ്ടാകണം. അപ്പോൾ ലഭിക്കുന്ന അനുഗ്രഹങ്ങളാ നിറഞ്ഞ വീടുകൾ, അനുഗ്രഹിക്കപ്പെട്ട നഗരങ്ങൾ, കുഴിക്കാത്ത കിണറുകൾ. നിനക്ക് ദൈവത്തിൻ്റെ നന്മ കൊണ്ട് നീ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും. ഇതൊക്കെ വായിച്ചാൽ മാത്രം പോരാ, ഇതൊക്കെ അനുഭവിക്കാനുള്ള ദൈവകൃപ കൂടി ഇന്ന് ലഭിക്കണം. ഈ വചനം അറിഞ്ഞാൽ മാത്രമല്ല, നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളെ കരുതുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾ അനുഭവിക്കാൻ തുടങ്ങും. നിങ്ങളുടെ ഭവനം അനുഗ്രഹിക്കാൻ തുടങ്ങും, നിങ്ങളുടെ ദേശം അനുഗ്രഹിക്കാൻ തുടങ്ങും, തലമുറ അനുഗ്രഹിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. എനിക്ക് ആ വാക്യം, നിങ്ങൾ ഈ വചനം വായിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആ വചനം ബൈബിള് തന്നെ നോക്കി ശ്രദ്ധിച്ച് പറ്റുവാണെങ്കിൽ സമയമുള്ളൊരു സമയത്ത് അതൊന്ന് ശ്രദ്ധിക്കണം. നിങ്ങളെ കൊണ്ടുവരും. ചില ആളുകൾക്കൊക്കെ എവിടെയൊക്കെ എത്തണം, എനിക്ക് ഇന്നതുപോലെ എത്തണം, എനിക്ക് ഇന്നതുപോലെ ആകണം, എനിക്ക് ഇതുപോലൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ഇന്നതുപോലെ എത്തണം ആഗ്രഹമുണ്ട്. നിങ്ങളെ കൊണ്ടുവരും. ആ നന്മയിലേക്ക് ദൈവം നിങ്ങളെ എത്തിക്കും. എന്താ ചെയ്യേണ്ടത്? ഒറ്റക്കാലെ നിന്ന് തപസ്സു ചെയ്യണ്ട, ലക്ഷക്കണക്കിന് രൂപ എവിടെയും കൊണ്ട് കൊടുക്കണ്ട. ദൈവത്തിൻ്റെ വചനം വിശ്വസിച്ച് ഹൃദയത്തിനകത്ത് സൂക്ഷിച്ചാൽ മതി. ആ വചനം ധ്യാനിച്ചാൽ മതി. നിനക്കുള്ള നന്മകൾ ജീവിതത്തിൽ വെളിപ്പെട്ടു വരാൻ തുടങ്ങും. ദൈവത്തിൻ്റെ കരുതൽ അനുഭവിക്കാൻ തുടങ്ങും. ദൈവം നൽകുന്ന വിടുതൽ അനുഭവിക്കാൻ തുടങ്ങും. ഇപ്പോൾ എന്നെ കേൾക്കുന്ന മാതാപിതാക്കളായിരിക്കാം, യുവാക്കളായിരിക്കാം, കുഞ്ഞുങ്ങളായിരിക്കാം, പ്രായമായ ഒരാളായിരിക്കാം, നിങ്ങൾ ആരായിരുന്നാലും ആയിക്കൊള്ളട്ടെ, നിങ്ങൾ ഈ വചനം വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ തലമുറ അനുഗ്രഹിക്കപ്പെടുന്നുണ്ട്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹത്തിലേക്ക് ആ ഒരു പടി കയറാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്കറിയുമോ, നിങ്ങളിന്നിങ്ങനെ വചനമൊക്കെ കേട്ട് പ്രാർത്ഥിച്ച് ആ വചനത്തിൽ നിൽക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ പോലും അത്ഭുതപ്പെടുന്ന രീതിയിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നാളെ ഒരു സമയത്ത് ഒരു സ്ഥലത്തെത്തും. നാളെ നിങ്ങളുടെ കുടുംബം ഒരു നല്ല സ്ഥലത്തെത്തും. നാളെ നിങ്ങളുടെ ആരോഗ്യം ഒരു അനുഗ്രഹമായ നിലയിൽ നിലനിൽക്കും. എല്ലാ വിധത്തിലും ദൈവത്തിൻ്റെ കരുതൽ വ്യക്തമായി അത് മനസ്സിലാക്കാൻ കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഒരു നിമിഷം പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ വചനം ഞങ്ങളിങ്ങനെ കേട്ടു. ആ വചനത്തിനകത്ത് ഇങ്ങനെ ഒരു വലിയൊരു അത്ഭുത വാഗ്ദത്തം ഇരിപ്പുണ്ടെന്ന് ഇപ്പോഴാണ് അറിഞ്ഞത്. ദൈവത്തിൻ്റെ കരുതൽ നമ്മൾ കരുതുന്നേക്കാൾ നന്നായിട്ട് നമ്മെ കരുതാൻ ദൈവത്തിന് പറ്റും. നമ്മൾ നിറച്ചാലൊന്നും അത്രേ ആകത്തില്ല. ദൈവം ആ നിറയ്ക്കാൻ തുടങ്ങുമ്പോൾ അത് നിറഞ്ഞിരിക്കും. അത് നമ്മുടെ സന്തോഷത്തെയും ആനന്ദത്തെയും വർദ്ധിപ്പിക്കും. എല്ലാ അർത്ഥത്തിലും നല്ലൊരു ജീവിതം ജീവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം അനുഗ്രഹം തന്നുകൊണ്ടിരിക്കും. അത് ദൈവത്തിൻ്റെ കൃപയാണ്, അത് ദൈവത്തിൻ്റെ സഹായമാണ്. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിലൂടെ എന്ന് പ്രാർത്ഥിക്കുന്നേ, ഈ വചനമാണ് നമുക്കിത് ബലമായി മാറുന്നത്. ഈ വചനത്തിലൂടെ ഇന്നൊരു അത്ഭുതം കാണാൻ പോകുന്നത്. അതിനു മുമ്പായിട്ടൊരു കാര്യം, നമ്മൾ ഈ ദിവസം ഇന്ന് വെള്ളിയാഴ്ചയാണ്, ഒത്തിരി പേര് ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്നൊരു ദിവസമാണ്. ശുശ്രൂഷകളൊക്കെ ആരംഭിക്കാൻ പോവുകയാണ്. നിങ്ങളും പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് ആവശ്യമാണ്. 2 ഒക്ടോബർ മാസത്തെ നിയോഗ പ്രാർത്ഥനയ്ക്ക് എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവായ യേശുവേ, ഞങ്ങൾ ഒക്ടോബർ മാസം നടത്തുവാൻ പോകുന്ന ആ നിയോഗ പ്രാർത്ഥന ഇപ്പോൾ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ധാരാളം ആളുകൾ അതിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവരെ സമർപ്പിക്കുന്നു. കർത്താവേ, നിയോഗ പ്രാർത്ഥന അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ട് 1 വർഷമാവുകയാണ്. ഈ വർഷത്തിൽ ഒത്തിരി അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, രോഗസൗഖ്യങ്ങൾ, വിടുതലുകൾ സംഭവിക്കണമേ. കഴിഞ്ഞ വർഷം നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുത്തതിനേക്കാൾ കൂടുതൽ ആളുകൾ ഈ വർഷം വചനം കേട്ട് അങ്ങയുടെ സഹായത്താൽ അനുഗ്രഹം പ്രാപിക്കുന്നത് അനുഭവിക്കാൻ ഇടയാക്കണമേ. അങ്ങയുടെ അത്ഭുതകരം ഞങ്ങളിൽ വെളിപ്പെടണമേ. നിയോഗ പ്രാർത്ഥന അനുഗ്രഹമാക്കണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. രോഗങ്ങളിൽ നിന്നും, അപകടത്തിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും, മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും, പകർച്ചവ്യാധികളിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും, മാരകമായ രോഗപീഠകളിൽ നിന്നൊക്കെയും
ദൈവമേ, അങ്ങ് ഞങ്ങളെ സംരക്ഷിക്കണമേ, ഞങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കണമേ, ഞങ്ങളുടെ തലമുറയെ സംരക്ഷിക്കണമേ, ഞങ്ങളുടെ കൂട്ടായ്മയെ സംരക്ഷിക്കണമേ. ഡെയിലി ബ്ലെസ്സിങ്ങിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളെ, കുടുംബങ്ങളെ സംരക്ഷിക്കണമേ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഈ വീടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വരുമാന മാർഗത്തിനായി പ്രാർത്ഥിക്കുന്നു, തലമുറയ്ക്കായി പ്രാർത്ഥിക്കുന്നു, വിദ്യാഭ്യാസം അനുഗ്രഹമാകാൻ പ്രാർത്ഥിക്കുന്നു, ബിസിനസ് അനുഗ്രഹമാകാൻ പ്രാർത്ഥിക്കുന്നു, തൊഴിൽ അനുഗ്രഹമാകാൻ പ്രാർത്ഥിക്കുന്നു, ആരോഗ്യം അനുഗ്രഹമാകാൻ പ്രാർത്ഥിക്കുന്നു, കുടുംബ ജീവിതം അനുഗ്രഹമാകാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ നന്മകളും കൊണ്ട് ദൈവം നിങ്ങളെ നിറയ്ക്കട്ടെ. ദൈവം നൽകുന്ന സമ്പത്തും ഐശ്വര്യവും സന്തോഷവും സമാധാനവും നിങ്ങളിൽ എന്നും ഉണ്ടാകട്ടെ. ഈശോയുടെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നല്ലൊരു ദിവസം പ്രാർത്ഥനയോടെ ഏൽപ്പിച്ചു തരുന്നു, അനുഗ്രഹിച്ചു തരുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നല്ലൊരു ദിവസമായിരിക്കട്ടെ. നാളെയും 5:30 നമുക്ക് ഒരുമിച്ച് കാണാം. ശനിയാഴ്ചയാണ് എങ്കിലും ഒരുമിച്ച് കാണാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ സഹായം നമുക്ക് അനുഭവിക്കാൻ കഴിയട്ടെ. ആമേൻ.